ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ സെഷനാണ്. ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും കുറിച്ച് പറഞ്ഞു. എപ്പോഴൊക്കെയാണോ ഒരു ബോഡീൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് അപ്പോഴെല്ലാം വരുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ്, ഒന്ന് ഡിസ്റ്റൻസ്, മറ്റത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് സെഷനിൽ പഠിച്ചു. സെക്കൻഡ് സെഷനിൽ നമ്മൾ വെലോസിറ്റിനെയും സ്പീഡിനെയും കുറിച്ചായിരുന്നു പഠിച്ചത്. എപ്പോഴൊക്കെയാണോ ഈ ഡിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ചേഞ്ച് വരുന്നത് അപ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ് സ്പീഡും വെലോസിറ്റിയും. ഡിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടായാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് നമ്മൾ സ്പീഡ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടായാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് നമ്മൾ വെലോസിറ്റി എന്ന് പറയും. ഈ രണ്ട് സെഷനും കാണാത്തവർ ദയവേത് ഈ സെഷൻസ് പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ സെഷൻ. ആ രണ്ട് സെഷനും നിങ്ങൾക്ക് ഇവിടെ കാർഡ്സിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവ കാണാൻ പറ്റും. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. അതായത് വെലോസിറ്റി എപ്പോൾ ചേഞ്ച് ആവുന്നു, ആദ്യം പൊസിഷൻ ചേഞ്ച് ആയപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആകുമ്പോൾ വെലോസിറ്റിയും സ്പീഡും പറഞ്ഞു. വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് ആക്സിലറേഷൻ. ആ ആക്സിലറേഷനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിനെ പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയും അത്ര എളുപ്പമായിട്ടും വേറൊരു സബ്ജക്റ്റ് ഇല്ല. പക്ഷെ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയ്യോ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് വളരെ ഒരു ബേർഡനോടെ ആയിരിക്കും നിങ്ങളത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമൻസിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കമൻസ് വായിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലോട്ട് പോകാം. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. എപ്പോഴും ഓർക്കുക, ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ഏത് പ്രോപ്പർട്ടീനെ പറഞ്ഞു കഴിഞ്ഞാലും ആ പ്രോപ്പർട്ടിയുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ചേഞ്ച്. ഇപ്പം ഞാൻ പറയുവാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് എന്ന് ഞാൻ പറയുവാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ ഏത് പ്രോപ്പർട്ടി പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ഞാൻ വേറെ എന്തെങ്കിലും പറയാം, ഫോഴ്സ് എന്ന് പറയുവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അത് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആക്സിലറേഷൻ എന്തെഴുതാം? എ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് തന്നെയാണ്, എത്രത്തോളം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, എത്ര സമയം മാറി എന്നുള്ളത്. ഇനി ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പറയണം. ആദ്യം ആ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പറയണം, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പറയണം. അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ, ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞു, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മൂന്നാമത് യൂണിറ്റ് പറയണം, ഡയമെൻഷൻ പറയണം, നാലാമത് ആൻഡ് അഞ്ചാമത് അത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് പറയാം. യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോക്കുക, മുകളിൽ ഇത് നോക്കുക, മുകളിൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി തന്നെയാണ്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ താഴെ ടൈം ആണ്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ 2 സെക്കൻഡ് താഴെ വരുന്നതുകൊണ്ട് സെക്കൻഡ് സ്ക്വയർ ആയി മാറും. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ഡയമെൻഷൻ പറയണമെങ്കിലോ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ പറയാം. എങ്ങനെയാണ് യൂണിറ്റ് നോക്കി പറയുന്നത്? മുകളിൽ മീറ്റർ ലെങ്ത്തിന്റെ ആണ്, അപ്പോൾ ലെങ്ത് ഡിവൈഡഡ് ബൈ താഴെ സെക്കൻഡ്, അപ്പോൾ ടൈം ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ, അപ്പോൾ L/T സ്ക്വയർ, അല്ലെങ്കിൽ അത് മുകളിൽ കൊണ്ടുവന്നാൽ L(T⁻⁻²) ആയിരിക്കും. ഇനി ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു വെക്ടർ ക്വാണ്ടിറ്റിനെ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ ആ വെക്ടർ ക്വാണ്ടിറ്റിനെ സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ കിട്ടുന്നതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ഡിവിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അഡീഷൻ വരുമ്പോൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്ന റിസൾട്ട്, വെക്ടർ ആണോ സ്കെയിലർ ആണോ, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും, നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ആക്സിലറേഷൻ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഉണ്ട്. വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് 2 മീറ്റർ പെർ സെക്കൻഡിൽ പോയാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട് 2 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നത്. ഓക്കെ, ഇത് +2 ആണെങ്കിൽ
ഇവിടെ ഞാൻ ഓടുന്നു 2 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ +2 ആണ് എൻ്റെ വെലോസിറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തിരിഞ്ഞ് 180 ഡിഗ്രി തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ആക്സലറേഷൻ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്, പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവത്തിന് നമ്മൾ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പോൾ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഞാൻ വണ്ടി എടുക്കുന്നു എന്നിട്ട് സ്പീഡ് കൂട്ടുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ സ്പീഡ് ആദ്യം വണ്ടി എടുക്കുമ്പോൾ പതുക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്, മേ ബി 10 km/h ആണെന്ന് വിചാരിക്കാം. ഞാൻ ഹൈവേയിൽ കയറി സ്പീഡ് കൂട്ടി, അപ്പോൾ 10-ൽ നിന്നും ഞാൻ 60-ലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. എൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആവുകയാണ്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പോസിറ്റീവ് ആണ്, അപ്പോൾ എനിക്ക് ആക്സലറേഷൻ ഉണ്ട് എന്ന് ഞാൻ പറയും. ഇതാണ് ആക്സലറേഷൻ്റെ മലയാളം. ഡീസലറേഷൻ ആണെങ്കിലോ ഞാൻ ഹൈവേയിൽ നിന്നും തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങാൻ ലോക്കൽ റോഡിൽ കയറുമ്പോൾ ഞാൻ ബ്രേക്ക് അടിക്കുമ്പോൾ എന്ത് പറ്റും, ഞാൻ 60 km/h വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ബ്രേക്ക് അടിക്കുമ്പോൾ എൻ്റെ സ്പീഡ് കുറഞ്ഞു, 10 km/h ആയി. അപ്പോൾ അവിടെ കൂടിയ വെലോസിറ്റിയിൽ നിന്നും കുറഞ്ഞ വെലോസിറ്റിയിലോട്ട് ചേഞ്ച് വരുവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരിക്കൽ കൂടെ ഉണ്ട്, പക്ഷേ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ, അതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ബ്രേക്ക് അടിക്കുന്ന പരിപാടി. ഇത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ആക്സലറേഷൻ ക്യാൻ ബി യൂണിഫോം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, യൂണിഫോം മോഷൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ സെഷനിൽ. യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ യൂണിഫോം ആക്സലറേഷൻ, സമയത്തിനനുസരിച്ച് എന്ത് മാറുന്നില്ലോ അതിന് നമ്മൾ യൂണിഫോം എന്ന് വിളിക്കും. ഇത് എന്ത് ടേം ആണെങ്കിലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം യൂണിഫോം മാസ് എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മാസ് മാറുന്നില്ല, അതായത് മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇപ്പം എൻ്റെ തൂക്കം ഞാൻ പറയുവാണ്, എൻ്റെ തൂക്കം യൂണിഫോം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൂക്കം ഭാരം അല്ലെങ്കിൽ ഞാൻ ഭാരം എടുക്കുമ്പോൾ എൻ്റെ ഭാരം എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ ഭാരം യൂണിഫോം ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയും. അതേപോലെ ആക്സലറേഷൻ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്, സമയത്തിനനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ ഡസൻ ചേഞ്ച് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് മാറുന്നില്ല. ഓർ ഇറ്റ് ക്യാൻ ബി നോൺ യൂണിഫോം ആയാൽ ചേഞ്ചസ് വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ആക്സലറേഷനോട്ട് വരാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ 3 ടൈപ്പ് ഓഫ് വെലോസിറ്റി 3 ടൈപ്പ് ഓഫ് സ്പീഡും പറഞ്ഞായിരുന്നു. ആദ്യം സ്പീഡ് പറഞ്ഞു, അങ്ങനെ നമ്മൾ പറഞ്ഞു അതിൽ ആവറേജ് സ്പീഡ് എന്താണെന്ന് പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്താണെന്ന് പറഞ്ഞു, റിലേറ്റീവ് സ്പീഡ് എന്താണെന്ന് പറഞ്ഞു. വെലോസിറ്റിയിൽ അതേപോലെ ആവറേജ് വെലോസിറ്റി പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞു, റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞു. ഈ റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഏറ്റവും കൂടുതൽ ഇൻ ഡെപ്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ആക്സലറേഷനും നമുക്ക് 2 ടൈപ്പ് ഓഫ് ആക്സലറേഷൻ പറയാം, ടൈപ്സ് ഓഫ് ആക്സലറേഷൻ. ആദ്യം ആവറേജ് ആക്സലറേഷൻ. എന്താണ് ആവറേജ് ആക്സലറേഷൻ? നേരത്തെ നമ്മൾ വെലോസിറ്റി പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയത്തില്ല, കഴിഞ്ഞ സെഷൻ നോക്കാത്തവർ ദയവായി ഒന്ന് നോക്കുക. പക്ഷെ ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ആവറേജ് വെലോസിറ്റി വി ആവറേജ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എഴുതുന്നത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn. n ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിനെല്ലാം നമ്മൾ കൂട്ടും, ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 എക്സെട്ര അപ് ടു tn. n ടൈം, ഈ ഓരോ ഡിസ്റ്റൻസും ഈ ടൈമിലാണ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ n ടൈമും കൂട്ടും. അപ്പോൾ മുകളിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ഇതിനെ തന്നെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ ആവറേജ് ആക്സലറേഷൻ ആണെങ്കിൽ എന്ത് വരും? മുകളിൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വരും. അപ്പോൾ റേഷ്യോ ഓഫ് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടോട്ടൽ ചേഞ്ച് ഇൻ ടൈം. മുകളിൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വരും, താഴെ ടോട്ടൽ ചേഞ്ച് ഇൻ ടൈം വരും. അതിന് തന്നെയാണ് നമ്മൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഈ ആവറേജ് ആക്സലറേഷൻ എപ്പോഴും വരുന്നത് നോൺ യൂണിഫോമിലാണ് ആവറേജ് ആക്സലറേഷൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം യൂണിഫോം ആയ ഒരു ആക്സലറേഷൻ ആണെങ്കിൽ അത് ആവറേജ് ആ വാല്യൂ തന്നെ ആയിരിക്കും ആവറേജ് ആക്സലറേഷൻ എന്നുള്ളത്. അപ്പോൾ നോൺ യൂണിഫോമിന് മാത്രമേ നമ്മൾ ആവറേജ് ആക്സലറേഷൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എങ്ങനെ ആവറേജ് ആക്സലറേഷൻ എഴുതാം എന്നുള്ളത് നോക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ടോട്ടൽ ചേഞ്ച് ഇൻ ടൈം, വേർ v2 എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, v1 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, t2 എന്ന് പറയുന്നത് ഫൈനൽ ടൈം, t1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ v ഡിവൈഡ് ബൈ ഡെൽറ്റ t തന്നെയാണ്, v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ആയിരിക്കും. അത് ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ചേഞ്ച് ഇൻ ടൈം ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആക്സലറേഷൻ നമുക്ക് നോക്കാം, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. എന്താണ്? നേരത്തെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു, സ്പീഡോമീറ്ററിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ്
വെലോസിറ്റി ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമ്മൾ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ ആ സമയത്ത് എന്താണോ സ്പീഡ് അതാണ് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത്. ആ ഒരു നൊടിയിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ടയത്തിൽ ഞാൻ നോക്കുന്ന സമയത്തിൽ എന്താണോ അതാണ് കാണിക്കുന്നത്. ഞാൻ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറയും, ആ സമയത്ത് എന്താണോ അതാണ്. കുറച്ച് സ്പീഡ് കൂട്ടിയാൽ ആ സമയത്ത് എന്താണോ അതാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഗിവൺ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു നൊടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയാണോ ആക്സലറേഷൻ അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എനി ഗിവൺ ഇൻസ്റ്റന്റ്. ഏതൊരു പർട്ടിക്കുലർ സമയത്തിലും നമുക്ക് ഉണ്ടാവുന്ന ആക്സലറേഷനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി തന്നെയാണ് ആക്സലറേഷൻ. പക്ഷേ അവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു സമയമായിരിക്കും. കാരണം ഞാൻ നോക്കുമ്പോൾ ആ ഒരു സമയം ചെറിയൊരു ടൈത്തിനായിരിക്കും ഞാൻ നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് എന്താണോ ആക്സലറേഷൻ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ ടി വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ലിമിറ്റ് എഴുതുന്നത്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി 0-നായി അടുത്തിരിക്കും. വളരെ ചുരുങ്ങിയ ഒരു അല്ലെങ്കിൽ ചെറിയൊരു നമ്പർ ആയിരിക്കും അത്. അങ്ങനെയുള്ള സമയത്തുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈമിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അത് വേറൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ dv/dt എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി, വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വെലോസിറ്റി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് നോക്കിയായിരുന്നു. v is equal to ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് dv/dx/dt ആയിരുന്നു. a ഇപ്പം നമ്മൾ എഴുതി dv/dt ആണ്. അപ്പോൾ ഈ vയിൽ ഈ dx/dt എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? d/dt ഓഫ് dx/dt. വിക്ക് പകരം ഞാൻ dx/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ഓൾറെഡി ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ഈ അകത്തിരിക്കുന്നത്, അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ d²x/dt². ഇതായിരിക്കും എനിക്ക് ആക്സലറേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ എക്സിനെ, എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്ക്വയർ m/s² കിട്ടുന്ന 2 ടൈമിൻ്റെ യൂണിറ്റിൽ 2 ടൈമിൻ്റെ സ്ക്വയർ ഉണ്ട്. ടൈമിൻ്റെ പവർ 2 ആണ്. എന്തുകൊണ്ടാണ് ടൈമിൻ്റെ പവർ 2 ആയത്? നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഡിസ്റ്റൻസിന്. മുകളിൽ മീറ്റർ ഡിസ്റ്റൻസ് അതിന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സെക്കൻഡ് സ്ക്വയർ വന്നത്. അപ്പോൾ കിട്ടുന്ന ആക്സലറേഷനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രാഫ്സ് പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ലീനിയർ മോഷൻ അതേപോലെ സർക്കുലർ മോഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും പല ഗ്രാഫും വരയ്ക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ സെഷനിലും നമ്മൾ 2 ഗ്രാഫ് പറഞ്ഞായിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും പറഞ്ഞായിരുന്നു. അതേ തന്നെ ഇവിടെയും നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആക്സലറേഷൻ ഉള്ള ഒരു മോഷനാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം വെലോസിറ്റി ടൈം ഗ്രാഫ്. ബോഡി വിത്ത് 0 ആക്സലറേഷൻ. എപ്പോഴും ഓർക്കുക, ആദ്യമേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ 2 ആക്സിസും എന്താണെന്ന് എഴുതണം. അപ്പോൾ ഒരു ഗ്രാഫിന് 2 ആക്സിസും വരച്ചു കഴിഞ്ഞാൽ ഓരോ ആക്സിസും എന്താണ്? ഇത് ടൈമാണ്, ഇത് വെലോസിറ്റിയാണ്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെലോസിറ്റി, താഴെ ടൈം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും പിള്ളേർ വരച്ച് തെറ്റിക്കാറുള്ളത് വളരെ കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കും, പക്ഷേ ആക്സിസിൻ്റെ നെയിം മറന്നു. അങ്ങനെയാണെങ്കിൽ വട്ടപൂജ്യം വരെയും കിട്ടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ എപ്പോഴും നല്ല കേട്ടോ, എവിടെ നിങ്ങൾ പ്രാക്ടിക്കലി എന്ത് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടത് 2 ആക്സിസും എന്താണെന്ന് എഴുതുക. കാരണം അതില്ലാതെ ആൾക്കാർ കാണുന്നവർക്ക് എന്താണ് നിങ്ങൾ വരച്ച് വെക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ താഴെ ടൈമാണ്, മുകളിൽ വെലോസിറ്റിയാണ്. 0 ആക്സലറേഷൻ ആണ്. 0 ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താണ് നോക്കാം. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, 2 മീറ്റർ/സെക്കൻഡിൽ ഓടുന്നു. എനിക്ക് ആക്സലറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വെലോസിറ്റി 2ആയി തന്നെ നിൽക്കും. ഓക്കെ, മാറുന്നില്ല എൻ്റെ ആക്സലറേഷൻ. ഞാൻ എത്ര സമയം കഴിഞ്ഞാലും ഈ 2 മീറ്റർ/സെക്കൻഡിൽ തന്നെ ഞാൻ ഓടുവാണ്. ഓക്കെ, അപ്പോൾ സമയം മാറുന്നതനുസരിച്ച് ഞാൻ അത് ഗ്രാഫായിട്ട് ടേബിളായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വെലോസിറ്റി വരയ്ക്കുന്നു, ടൈം വരയ്ക്കുന്നു. ഓക്കെ, ഓരോ സമയത്തിനുള്ള എത്ര വെലോസിറ്റി എന്നുള്ളതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം 0 ടൈം ആയിരുന്നപ്പോൾ എൻ്റെ വെലോസിറ്റി 2 ആയിരുന്നു. ആക്സലറേഷൻ ഒന്നുമില്ല. 1 ആയിരുന്നപ്പോഴും 2 ആയിരുന്നു. ആക്സലറേഷൻ ഇല്ല, 2 ആയിരുന്നപ്പോഴും 2 ആയി. 3 ആയപ്പോഴും 2 ആയി. 4 ആയാലും 2 ആയി. എത്ര സമയം പോയാലും ഞാൻ 2 മീറ്റർ/സെക്കൻഡിൽ തന്നെ ഓടുവാണ്. അതാണ് ആക്സലറേഷൻ ഇല്ലാത്ത 0 ആക്സലറേഷൻ എന്ന് പറയുന്നത്. കാരണം ചേഞ്ച് ആവുന്നില്ല വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം,
ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാണ് 1 2, ഇപ്പുറത്ത് 1 2 3 4. ഓക്കെ, 0 സെക്കൻഡിൽ 2, അപ്പോൾ ആ പോയിന്റാണ്. രണ്ടാമത് 1 സെക്കൻഡ് ആയപ്പോഴും എൻ്റെ വെലോസിറ്റി 2 തന്നെയാണ്. ഓക്കെ, 2 സെക്കൻഡ് ആയപ്പോഴും എൻ്റെ വെലോസിറ്റി 2 തന്നെയാണ്. 3 സെക്കൻഡ്സ് ആകുമ്പോഴും എൻ്റെ വെലോസിറ്റി 2 തന്നെയാണ്. 4 സെക്കൻഡ്സ് ആയപ്പോഴും എൻ്റെ വെലോസിറ്റി 2 തന്നെയാണ്. എത്ര സെക്കൻഡ് ആയാലും 2 തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നോ സ്ലോപ്പ്, അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് പാരലായി ഇങ്ങനെ നേരെ പോകുന്ന ഒരു വരിയായിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഇല്ലാത്ത ഒരു മോഷനും, വെൻ ദർ ഇസ് സീറോ ആക്സലറേഷൻ, നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് എവിടെയായിരിക്കും കിട്ടുന്നത്? എത്രയാണോ വെലോസിറ്റി അതിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കാം, രണ്ടാമത് വീണ്ടും ആക്സിസ് ടൈറ്റിൽ എഴുതുവാണ്. മറക്കരുത്, ഞാൻ ഒരു 100 പ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പം വരച്ചാലും ആദ്യം ടൈറ്റിൽ, ആക്സിസ് ടൈറ്റിൽ വരയ്ക്കണം. ഓക്കെ, ബോഡി വിത്ത് പോസിറ്റീവ് ആക്സലറേഷൻ. എന്താണ് പോസിറ്റീവ് ആക്സലറേഷൻ? ഞാൻ ആദ്യം നിൽക്കുന്നു, 0 ടൈം ആയിരുന്നപ്പോൾ എൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. എനിക്ക് ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ 1 ആണെന്ന് വിചാരിക്കാം. അതായത് ഓരോ സെക്കൻഡിലും എൻ്റെ വെലോസിറ്റി 1 വെച്ച് കൂടും. അപ്പോൾ 1 സെക്കൻഡ് ആയപ്പോൾ ഞാൻ ഓടി തുടങ്ങി, എൻ്റെ വെലോസിറ്റി 1 ആയി. 2 സെക്കൻഡ് ആയപ്പോൾ ഇത്തിരി കൂടെ സ്പീഡ് കൂടി, ആക്സലറേഷൻ ഉണ്ട്, അപ്പോൾ എൻ്റെ വെലോസിറ്റി 2 ആയി. 3 സെക്കൻഡ് ആയപ്പോൾ 3 ആയി. 4 സെക്കൻഡ് ആയപ്പോൾ 4 ആയി. അപ്പോൾ എൻ്റെ വെലോസിറ്റി കൂടി പോവാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം 0 സെക്കൻഡ്സിൽ 0 ആയിരുന്നു വെലോസിറ്റി. 1 സെക്കൻഡ് ആയപ്പോൾ ലെറ്റ്സ് സേ 2 ആണ് ആക്സലറേഷൻ എന്ന് വയ്ക്കുക, അപ്പോൾ 2 വെച്ച് കൂടും, 2 ആയി. 2 സെക്കൻഡ്സ് ആയപ്പോൾ എൻ്റെ വെലോസിറ്റി 4 ആയി. 3 സെക്കൻഡ്സ് ആയപ്പോൾ എൻ്റെ വെലോസിറ്റി 6 ആയി. 4 സെക്കൻഡ്സ് ആയപ്പോൾ എൻ്റെ വെലോസിറ്റി 8 ആയി. ഇങ്ങനെ കൂടി പോവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇതൊരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്, പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. എങ്ങനെയായിരിക്കും എനിക്ക് ഗ്രാഫ് കിട്ടാമെന്ന് നോക്കാം. ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാണ് 1 2 3 4, ഇത് 0 ആണ്. ഇപ്പുറത്ത് വെലോസിറ്റിയുടെ വാല്യൂ വരയ്ക്കാണ് 2 4 6 8, ഇങ്ങനെ പോവാണ്, 10 അങ്ങനെ പോകും. ഓക്കെ, ആദ്യം 0ൽ 0, ഇതാ ഇവിടെ 1 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 2 ആയി. 2 സെക്കൻഡ്സ് ആയപ്പോൾ വെലോസിറ്റി 4 ആയി. 3 സെക്കൻഡ്സ് ആയപ്പോൾ വെലോസിറ്റി 6 ആയി. 4 സെക്കൻഡ്സ് ആയപ്പോൾ വെലോസിറ്റി 8 ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. എന്ത് ഗ്രാഫാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വീണ്ടും എനിക്ക് കിട്ടുന്നത്. പക്ഷെ അതിനൊരു ചരിവുണ്ട്, മുകളിലോട്ട് കയറി പോകുന്ന ചരിവുണ്ട്. എന്തുകൊണ്ടാണ് മുകളിലോട്ട് കയറി പോകുന്നത്? ആക്സലറേഷൻ ഉള്ളപ്പോൾ വെലോസിറ്റി കൂടി പോകും. അപ്പം ഓരോ സെക്കൻഡ് കഴിയും തോറും വെലോസിറ്റി കൂടി അങ്ങനെ കയറി പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ്, പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ചരിഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം, ബോഡി വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രേക്ക് അടിക്കുന്ന സമയം സ്പീഡ് കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. ഞാൻ ഓടുവാണ് 4 km/h, അല്ല 4 m/s ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്പീഡ് കുറഞ്ഞു. 1 സെക്കൻഡ് ആയപ്പോൾ 3 m/s ആയി. 2 സെക്കൻഡ് ആയപ്പോൾ 2 m/s ആയി. 3 സെക്കൻഡ് ആയപ്പോൾ 1 m/s ആയി. 4 സെക്കൻഡ് ആയപ്പോൾ ഞാൻ വന്ന് നിന്നു. അതാണ് ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 0 ടൈം ആയിരുന്നപ്പോൾ എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. 1 ടൈം ആയപ്പോൾ 3 ആയി. 2 ടൈം ആയപ്പോൾ 2 ആയി. 3 ടൈം ആയപ്പോൾ 1 ആയി. 4 ടൈം ആയപ്പോൾ 0 ആയി. ഓക്കെ, നിന്നു. അപ്പോൾ എങ്ങനെ വരയ്ക്കാം ശ്രദ്ധിക്കാം. വീണ്ടും ആക്സിസ് ടൈറ്റിൽ മറക്കരുത്, ഞാനൊരു 500 പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഓക്കെ, 1 2 3 4, 1 2 3 4. ആദ്യം 0 ടൈം ആയിരുന്നപ്പോൾ 0 4, ഇവിടെ 1 ടൈം 1 ആയപ്പോൾ വെലോസിറ്റി 3 ആയി. അത് രണ്ടും കൂട്ടി മുട്ടുന്ന പോയിന്റ്. ടൈം 2 ആയപ്പോൾ വെലോസിറ്റിയും 2 ആയി. ടൈം 3 ആയപ്പോൾ വെലോസിറ്റി 1 ആയി. ടൈം 4 ആയപ്പോൾ വെലോസിറ്റി 0 ആയി. അപ്പോൾ എനിക്ക് കിട്ടുന്നത് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. താഴോട്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. കാരണം എന്താ? സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വീണ്ടും കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആണ് എനിക്ക് കിട്ടുന്നത്. എപ്പോഴാണ്? എന്ത് ഗ്രാഫിലാണ്? വെലോസിറ്റി ടൈം ഗ്രാഫിലാണ്. നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ളപ്പോൾ എനിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുന്നത്. ഇനി അടുത്ത പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ വരുന്നത് 3 വേരിയബിൾസ് വരും. ശ്രദ്ധിക്കുക, ടൈം ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി ശ്രദ്ധിക്കുക, ബോഡി വിത്ത് സീറോ ആക്സലറേഷൻ. ആക്സലറേഷൻ ഇല്ല, അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്സലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുവാണ്, എനിക്ക് എന്ത് വെലോസിറ്റി ഉണ്ടോ ആ വെലോസിറ്റി തന്നെ ഉണ്ട്. ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ 0 ടൈമിൽ എനിക്ക് 2 വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. പക്ഷേ ഞാൻ 0-ൽ തുടങ്ങുവാണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും 2 മീറ്റർ എൻ്റെ ദൂരം കൂടും. അതാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 2 മീറ്റർ പോകും. അപ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ 2 മീറ്റർ എത്തി. ഓക്കെ, അപ്പോൾ ഇവിടെയും വെലോസിറ്റി 2 ആണ്. ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഡിസ്റ്റൻസ് കൂടി 2 മീറ്ററായി. 2 സെക്കൻഡ് ആയപ്പോഴോ അതേ 2 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ഞാൻ പോവാണ്. അപ്പോൾ 4 മീറ്റർ എത്തി. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി അപ്പോഴും 2 തന്നെയാണ്, ഡിസ്റ്റൻസ് ഞാൻ 4 എത്തി. 3 ആയാലോ വീണ്ടും ഞാൻ 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ പോവാണ്. അല്ല, വെലോസിറ്റി 2 തന്നെയാണ്, പക്ഷെ ഞാൻ 6 മീറ്റർ എത്തി. അപ്പോൾ വെലോസിറ്റി വീണ്ടും 2, ഡിസ്റ്റൻസ് 6 ആയി, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 6 ആയി. ഓക്കെ, അപ്പം വീണ്ടും ആക്സിസ് ടൈറ്റിൽ എഴുതുക. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ആൻഡ് ഇത് ടൈം. ഓക്കെ, ഒരിക്കൽ കൂടി 1 2 3 4 1 2 3 4. ഇത് 0 ആണ്. അപ്പോൾ 0 സെക്കൻഡിൽ 0 തന്നെയായിരുന്നു ഡിസ്റ്റൻസ്. ഇനി എക്സും ടിയും ആണ് നോക്കേണ്ടത്. ഞാൻ വി അല്ല വരയ്ക്കുന്നത്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 ആണ് നോക്കേണ്ടത്. മുകളിൽ താഴെയുള്ള റോസ് ആണ് നോക്കേണ്ടത്. എക്സ് 0 ആയിരുന്നപ്പോൾ ടൈം 0, അപ്പം ഈ പോയിന്റ് കിട്ടി. ടൈം 1 ആയപ്പോൾ ഡിസ്റ്റൻസ് 2 ആയി. അപ്പോൾ 2. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ആക്സസ് 2 4 6 8 എന്ന് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ടൈം 1 ആയപ്പോൾ ഡിസ്റ്റൻസ് 2 ആയി. ടൈം 2 ആയപ്പോൾ ഡിസ്റ്റൻസ് 4 ആയി. ടൈം 3 ആയപ്പോൾ ഡിസ്റ്റൻസ് 6 ആയി. ടൈം 4 ആണെങ്കിലോ വീണ്ടും 2 തന്നെയാണ് വെലോസിറ്റി, അങ്ങനെ വേണമെങ്കിൽ 8 ആവും. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്, 0 ആക്സലറേഷൻ ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടിയത്? ഡിസ്റ്റൻസ് കൂടി പോവുകയാണ്. ആക്സലറേഷൻ 0 ആണെന്നുണ്ടെങ്കിലും വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. ബോഡി വിത്ത് പോസിറ്റീവ് ആക്സലറേഷൻ. 0 ആക്സലറേഷൻ ഉള്ളപ്പോൾ തന്നെ ബോഡിക്ക്, അതായത് നമ്മുടെ ഏത് വസ്തുവാണോ മൂവ് ചെയ്യുന്നത് അതിന് വെലോസിറ്റി കൂടിയാണ് ഡിസ്റ്റൻസ് കൂടിയാണ് പോയത്. ആക്സലറേഷനും കൂടെ ഉണ്ടെങ്കിലോ എന്ത് പറ്റും? വെലോസിറ്റിയും കൂടും, ഡിസ്പ്ലേസ്മെന്റ് ഭയങ്കരമായി കൂടും. ശരിയാണോ? ആലോചിച്ച് നോക്കുക. ആക്സലറേഷൻ 0 ആയിരുന്നപ്പോൾ തന്നെ വെലോസിറ്റി ഉണ്ടായിരുന്നു, അത് കാരണം ഡിസ്റ്റൻസ് കൂടി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൂടി. ആക്സലറേഷനും കൂടെ ഉണ്ടെങ്കിലോ വെലോസിറ്റിയും കൂടും, ഡിസ്പ്ലേസ്മെന്റ് ഭയങ്കരമായി കൂടും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് പെട്ടെന്ന് മുകളിലോട്ട് കയറി പോകുന്ന ഒരു ലൈനായിരിക്കും എനിക്ക് കിട്ടുന്നത്. എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇങ്ങനെ യു പോലെ പോകുന്ന ഒരു ലൈനായിരിക്കും കിട്ടുന്നത്. ചന്ദ്രക്കല പോലെ ഇരിക്കും. അങ്ങനെ ഒരു ലൈനായിരിക്കും എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ വരുന്നത്. യു പോലെ കുറഞ്ഞതിൽ നിന്നും പെട്ടെന്ന് കൂടി പോകുന്ന ഒരു ഗ്രാഫായിരിക്കും എനിക്ക് വരുന്നത്. ഓക്കെ, കാരണം എന്താ? പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. പോസിറ്റീവ് ആക്സലറേഷൻ ആകുമ്പോൾ ഡിസ്റ്റൻസ് പെട്ടെന്ന് കൂടും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പെട്ടെന്ന് കൂടും. ഒരിക്കൽ കൂടി ആക്സിസ് ടൈറ്റിൽ എഴുതാൻ മറക്കരുത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പിന്നെ ഒരു സെഷനിൽ പഠിക്കുന്നതായിരിക്കും, എങ്ങനെ ഇത് വരയ്ക്കാന്നുള്ളത്, എങ്ങനെ ഈ വളവ് വരയ്ക്കാന്നുള്ളത്. ഇനി അടുത്തത് നെഗറ്റീവ് ആക്സലറേഷൻ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുറയുന്ന ഒരു, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു പോകുന്നു. ഓക്കെ, അങ്ങനെ ആക്സലറേഷൻ കൂടെ ഉണ്ടെങ്കിലോ വെലോസിറ്റി ഭയങ്കരമായി കുറയും. അപ്പോൾ വെലോസിറ്റി കുറയും, അപ്പോൾ ഡിസ്റ്റൻസ് ഭയങ്കരമായി കുറയും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഭയങ്കരമായി കുറയും. അപ്പോൾ നമുക്ക് താഴോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് ഏകദേശം ഒരു യുവിനെ തിരിച്ചിട്ട പോലെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ആക്സലറേഷൻ ഓഫ് എ ചീറ്റ ഇൻക്രീസിങ് ഇറ്റ്സ് സ്പീഡ് ഓഫ് റണ്ണിങ് ഫ്രം 10 മീറ്റർ പെർ സെക്കൻഡ്. ചീറ്റ ഓടുവാണ്. ആ ചീറ്റയുടെ ആദ്യത്തെ സ്പീഡ് ഫ്രം 10 മീറ്റർ പെർ സെക്കൻഡ്, തുടങ്ങുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ടു 38 മീറ്റർ പെർ സെക്കൻഡ്, തീരുന്നത് 38 മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇൻ 14 സെക്കൻഡ്സ്. ഓക്കെ, 14 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 38 മീറ്റർ പെർ സെക്കൻഡ് വരെ ഒരു ചീറ്റ ഓടി. അപ്പോൾ അതിൻ്റെ ആക്സലറേഷൻ ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആക്സലറേഷൻ അറിയാം. എന്താണ് ആക്സലറേഷൻ്റെ ഫോർമുല? v2 - v1
ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 അല്ലെങ്കിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എന്താണോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണോ ചേഞ്ച് ഇൻ ടൈം, അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആക്സലറേഷൻ കിട്ടും. V2 എനിക്കറിയാം, V2 എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ് 38, V1 എന്ന് പറയുന്നത് 10. ഇനീഷ്യലി തുടങ്ങുമ്പോൾ 10 ആയിരുന്നു, അത് 38-ലെത്തി. ചേഞ്ച് ഇൻ ടൈം 14 സെക്കൻഡ് കൊണ്ടാണ് നടന്നത്. അപ്പോൾ ഈ T2 മൈനസ് T1 14 കിട്ടി. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നോട്ട്സ് വേണം എന്നുള്ളവർ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളാം, എന്നിട്ട് നോട്ട്സ് എഴുതിയെടുത്തോളാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ചീറ്റ എന്ന് പറഞ്ഞാൽ ചെമ്പുലി. സോ ചീറ്റ ഒരു പ്രേനെ കാണുവാണ്. പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എരയിനെ കണ്ടു. അപ്പോൾ എരയിനെ കണ്ടിട്ട് അത് ഓടി തുടങ്ങുവാണ്. അപ്പോൾ ആദ്യം ഓടിക്കൊണ്ടിരുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ V1 എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. 10 മീറ്റർ പെർ സെക്കൻഡിൽ അത് ഓടിക്കൊണ്ടിരുന്നു. ഇരയിനെ കണ്ട ഉടൻ അത് സ്പീഡ് കൂട്ടി അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്തു അവസാനം അത് എത്തിയത് 38 മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു. അത് എടുക്കാനുള്ള സമയം, ഇത്രയും സ്പീഡ് കൂട്ടാൻ എടുത്ത സമയം അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടാൻ എടുത്ത സമയം എന്ന് പറയുന്ന T എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ T എന്ന് പറയുന്നത് 14 സെക്കൻഡ്സ് ആണ്. ടിയോ ഡെൽറ്റ ടിയോ എങ്ങനെ വേണമെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ചോദ്യം ആക്സലറേഷൻ എത്ര എന്നാണ്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T അല്ലെങ്കിൽ T2 മൈനസ് T1 എന്നാണെന്നറിയാം. അപ്പോൾ V2 എന്ന് പറയുന്നത് 38 ആണ്, മൈനസ് V1 10 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T 14. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. എവിടെ എഴുതിയാലും നിങ്ങൾ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടത്തില്ല, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ? നമ്മൾ ബേസിക്കലി വൺ ഡയമെൻഷണൽ മോഷൻ പറയുമ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഉള്ള ഒരു വൺ ഡയമെൻഷണൽ മോഷൻ, ഒരു ട്രെയിൻ പോവുകയാണ്, അത് അങ്ങനെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു കാർ പോവുകയാണ്. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെല്ലാം നമ്മൾ 3 ഡിഫറെൻറ്റ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, 3 ഡിഫറെൻറ്റ് ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്തിനാണ് ഈ 3 ഡിഫറെൻറ്റ് ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, നമുക്ക് പല വേരിയബിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു വേരിയബിൾ ആണ്, എത്ര ദൂരം പോയി എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരാൾ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്, അയാൾ മൂവ് ചെയ്യുവാണെന്നുള്ളത്. ഇപ്പോൾ കാറിന്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കുറേ ദൂരം കാർ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോയി. അപ്പോൾ ഡിസ്റ്റൻസിന് ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു വേരിയബിൾ ആണ്. അതേപോലെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഒരു വേരിയബിൾ ആണ്. എത്ര സ്പീഡിൽ പോകുന്നു, ഞാൻ ആദ്യം ഒരു സ്പീഡിൽ തുടങ്ങി, അവസാന സ്പീഡ് കൂട്ടി വേറെ സ്പീഡിലെത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ചീറ്റയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ചെമ്പുലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ഒരു കാറിൻ്റെ കേസിലും നമുക്ക് വെലോസിറ്റി ഒരു വേരിയബിൾ ആവാം. ആ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് ഫൈനൽ വെലോസിറ്റി ഉണ്ട്, അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആദ്യം തുടങ്ങുന്ന വെലോസിറ്റി, തീരുന്ന വെലോസിറ്റി. അപ്പോൾ 2 വെലോസിറ്റീസ് ഉണ്ട്. ഡിസ്റ്റൻസും അതേപോലെ ഇനീഷ്യൽ പൊസിഷൻ നമുക്കുണ്ട്, അവിടെ പൊസിഷനാണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ, അത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, ദെൻ വെലോസിറ്റി നമ്മൾ പറഞ്ഞു. ഇനി ആക്സലറേഷൻ ഉണ്ട്, മൂന്നാമത്തെ വേരിയബിൾ. ആക്സലറേഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ ആക്സലറേഷന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് ഒരു വേരിയബിൾ ആണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് അൺനോൺ ആയിട്ട് വരാം. പിന്നെ നാലാമത്തെ ടൈം ഉണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് 2ഓ 3ഓ കാര്യം അറിയാമായിരിക്കും, നാലാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കണമായിരിക്കും. മേ ബി ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനിൽ നമുക്ക് ഡിസ്റ്റൻസ് അറിയാമായിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ആയിരിക്കും. മേ ബി നമുക്ക് ടൈം വേണമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആക്സലറേഷൻ അറിയാമായിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അറിയാമായിരിക്കും, നമുക്ക് ടൈം വേണമായിരിക്കും. അങ്ങനെ പല കേസസിൽ ഇതിൽ ഈ 4 കാര്യങ്ങളിൽ ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം എന്നുള്ള 4 കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് കുറേ അൺനോൺസ് വരാറുണ്ട്. അപ്പോൾ ആ അൺനോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കുന്നത്. 3 അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ആ 3 ഇക്വേഷനിൽ ആദ്യത്തെ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ഡെറൈവ് ചെയ്യുന്നത്, ആൻഡ് നെക്സ്റ്റ് 2 ഇക്വേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് പ്രോബബ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിവിടെ മാത്രമല്ല, നമ്മളിനി +1 +2 എവിടെ പോയാലും ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പല സ്ഥലത്തായിട്ട് നമ്മൾ ഉപയോഗിക്കും. എപ്പോഴും ഓർക്കുക, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്, ബട്ട് ദാറ്റ് ഈസ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ആക്സലറേഷനിൽ ചേഞ്ച് ഇല്ല. നമുക്കിവിടെ V1 V2 വരുന്നു, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, അതേപോലെ ഡിസ്റ്റൻസ്
വ്യത്യാസം വരുന്നു, എസ് വരും. അതേപോലെ ടൈം T2 T1 വരുന്നു. ബട്ട് ആക്സലറേഷൻ A1 A2 എന്നില്ല, ഒരൊറ്റ ആക്സലറേഷനേ ഉള്ളൂ A, അതിന് ചേഞ്ച് ഇല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനത്തെ ഡെറിവേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഡിറൈവ് ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യം എന്താണ് ഈ സിറ്റുവേഷൻ എന്നുള്ളത് എഴുതിക്കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. അസ്യൂം ആൻ ഒബ്ജക്റ്റ് ഇനീഷ്യലി മൂവിങ് വിത്ത് എ വെലോസിറ്റി u. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാറാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ മൂവ് ചെയ്യുവാണ്. ഞാൻ മൂവ് ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ u വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഹാസ് ആക്സലറേഷൻ a. എന്നിട്ട് ഞാൻ പതുക്കെ ആക്സലറേറ്റ് ചെയ്ത് തുടങ്ങണം, ഞാൻ ഓടി തുടങ്ങണം. അപ്പോൾ എൻ്റെ സ്പീഡ് കൂടി തുടങ്ങണം. എത്രയാണ് അവിടുത്തെ ഉള്ള ആക്സലറേഷൻ? എനിക്കുള്ള ആക്സലറേഷൻ a ആണെന്ന് പറഞ്ഞു. ആൻഡ് ഡ്യൂ ടു ദാറ്റ് ദ വെലോസിറ്റി ചേഞ്ചസ് ടു v. ഫൈനൽ വെലോസിറ്റി v ആയി മാറി. ഞാൻ യുയിൽ ഓടി തുടങ്ങി, ഒരു a ആക്സലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ ഫൈനൽ വെലോസിറ്റി v ആയിട്ട് മാറി. ദ ടൈം ടേക്കൺ ഫോർ ദിസ് ചേഞ്ച് ഇസ് t. ചേഞ്ച് ഇൻ ടൈം, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് അങ്ങനെ മാറി? u വെലോസിറ്റി ഉണ്ടായിരുന്നു, ആക്സലറേഷൻ a ഉള്ളത് കൊണ്ട് എനിക്ക് ഫൈനൽ വെലോസിറ്റി v ആയി മാറാൻ പറ്റി. എത്ര സമയം കൊണ്ട് മാറി എന്ന് ചോദിക്കുമ്പോൾ t ടൈം കൊണ്ട് അത് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ ഡെറൈവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതുന്നത്? a ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഇങ്ങനെ എഴുതാം. കുറച്ചുകൂടെ സിംപ്ലിഫൈ എഴുതണമെന്നുണ്ടെങ്കിൽ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ചേഞ്ച് ഇൻ എന്ത് പറഞ്ഞാലും ഫൈനൽ മൈനസ് ഇനീഷ്യൽ എഴുതാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ചേഞ്ച് ഇൻ ടൈം ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. v2 മൈനസ് v1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്കറിയാം v2 v ആണെന്നറിയാം, ഫൈനൽ വെലോസിറ്റി v ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, v1 എന്ന് പറയുന്നത് u ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഓടി തുടങ്ങുമ്പോൾ എനിക്ക് u വെലോസിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. T2 മൈനസ് T1 എത്രയാ? ചേഞ്ച് ഇൻ ടൈം. ഇവിടെ തന്നെ ടൈം ടേക്കൺ ഫോർ ദിസ് ചേഞ്ച്, എത്ര ടൈം കൊണ്ട് ചേഞ്ച് ചെയ്തു? t ടൈം. അപ്പോൾ T2 മൈനസ് T1 t ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? a ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ആയിരുന്നു. അപ്പോൾ v2 എനിക്ക് v ആണെന്ന് അറിയാം. അപ്പോൾ അതിന് പകരം v2 പകരം ഞാൻ v എന്ന് എഴുതി, മൈനസ് v1 പകരം u, v1 ഇവിടെ u ആണെന്ന് അറിയാം, ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 t ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണ് ആക്സലറേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ a ടീനെ അപ്പുറത്ത് എയിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇസ് ഈക്വൽ ടു v മൈനസ് യു. ഈ യുവിനെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ v ഇസ് ഈക്വൽ ടു u പ്ലസ് ആവും, അപ്പുറത്ത് പ്ലസ് യു ആവും, u പ്ലസ് a t എന്ന് എഴുതാം. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പർട്ടിക്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇത് ഡിറൈവ് ചെയ്ത ഉടൻ തന്നെ ഒരു 10 പ്രാവശ്യം മൈൻഡിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മറക്കത്തില്ല. v ഈസ് ഈക്വൽ ടു u പ്ലസ് a t എന്നത് ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എന്താണ് v എന്ന് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, a എന്ന് പറയുന്നത് ആക്സലറേഷൻ, t എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയും എഴുതാം, v2 ഇസ് ഈക്വൽ ടു v1. ഇനിഷ്യൽ വെലോസിറ്റി v1 ഉം ഫൈനൽ വെലോസിറ്റി v2 ആണെങ്കിൽ v2 is equal to v1 പ്ലസ് a ഇൻറ്റു ഇനിഷ്യൽ ടൈം t1 ഉം ഫൈനൽ ടൈം t2 ആണെങ്കിൽ t2 മൈനസ് t1 എന്ന് വേണമെങ്കിലും ഇതിനെ എഴുതാം. എങ്ങനെ എഴുതിയാലും ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. എങ്ങനെ എഴുതിയാലും ഈ റിലേഷൻഷിപ്പ് അർത്ഥം ഇതാണ്, ഫൈനൽ വെലോസിറ്റി is equal to ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻറ്റു ടൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ എ ട്രെയിൻ ടു കം ടു റെസ്റ്റ്. ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുവാണ്, ആ ട്രെയിൻ ബ്രേക്ക് ചെയ്ത് നിർത്താൻ പോവാണ്, റെസ്റ്റിലോട്ട് വരാൻ പോവാണ്, നിർത്തുവാണ്. ഓക്കെ, ഫ്രം എൻ ഇനിഷ്യൽ സ്പീഡ് ഓഫ് 72 km/h. ഇനിഷ്യൽ സ്പീഡ് നമ്മൾ u ആണെന്ന് പറഞ്ഞു, നേരത്തെ v1 u ആണെന്ന് പറഞ്ഞു. അപ്പോൾ u നമുക്ക് തന്നിട്ടുണ്ട് 72 km/h. ഓക്കെ, ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. ഫൈനൽ സ്പീഡ് ഇപ്പം വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ഫൈനൽ സ്പീഡ് എത്രയാണെന്ന്? ഈ ഒരു സെന്റൻസിൽ ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ എ ട്രെയിൻ ടു കം ടു റെസ്റ്റ് ഫ്രം എൻ ഇനിഷ്യൽ സ്പീഡ് ഓഫ് 72 km/h. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് 72 km/h ആണ്. അങ്ങനെ ഇരുന്ന ട്രെയിൻ ബ്രേക്ക് അടിച്ച് അവസാനം വന്ന് നിൽക്കുവാണ്. അപ്പോൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ അവിടെ ഉള്ള വെലോസിറ്റി, നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആദ്യം 72 km/h ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ വന്ന് നിന്നു എന്ന് പറഞ്ഞാൽ, നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ v എന്ന് പറയുന്നത് 0 km/h ആണ്.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇഫ് ദ മാക്സിമം റിട്ടാർഡേഷൻ പോസിബിൾ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിട്ടാർഡേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെ ഓർത്താൽ മതി. റിട്ടാർഡേഷനിൽ പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ ആയിട്ട് അതിനെ എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് എഴുതണം. അതേപോലെ ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഡീസലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ ആയിട്ട് എഴുതുമ്പോൾ അതിനെ നെഗറ്റീവ് ആയിട്ട് എഴുതണം. അപ്പോൾ എനിക്ക് ആക്സലറേഷൻ കിട്ടി -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സമയം കൊണ്ടാണ് ഇത്, ഫൈൻഡ് ദ ടൈം ടേക്കൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് അതിന് ആക്സലറേഷൻ ഉള്ളത്, ഡീസലറേഷൻ ഉള്ളത്, റിട്ടാർഡേഷൻ ഉള്ളത്. ഇനീഷ്യലി ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നു, അവസാനം റെസ്റ്റിൽ വന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിൽ ഇത് റെസ്റ്റിന് വന്നു എന്നാണ് ചോദ്യം. ഇനി ഇവിടെ നോക്കേണ്ടത്, ശ്രദ്ധിക്കാം, പലപ്പോഴും പിള്ളേർ തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ v - u / a എന്ന് എഴുതി ഉത്തരം അങ്ങ് എഴുതാൻ നോക്കുക. അങ്ങനെ ഒരിക്കലും എഴുതരുത്. ആദ്യം ചെയ്യേണ്ടത് എല്ലാം ഒരേ യൂണിറ്റ് ആണോ എന്ന് നോക്കുക. ശ്രദ്ധിച്ചാൽ ഇവിടെ കിലോമീറ്റർ പെർ അവർ ആണ്, ഇവിടെയും കിലോമീറ്റർ പെർ അവർ ആണ്, പക്ഷെ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റ എഴുതിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിലുള്ള എല്ലാ ഡേറ്റ പോയിന്റ്സും SI യൂണിറ്റിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യുക. എല്ലാം SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി എളുപ്പമായി. അല്ലെങ്കിൽ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും, അയ്യോ ഇത് കിലോമീറ്റർ പെർ അവർ, അത് മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ ഒരു പ്രശ്നമേ വേണ്ട. നമുക്ക് എല്ലാത്തിനെയും SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യം യുവിനെ എനിക്ക് കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണം. ഞാൻ ഇവിടെ താഴെ എഴുതുവാണ്. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുക എന്ന് നോക്കാം. ഒരു v എന്ന് പറഞ്ഞ ഒരു വെലോസിറ്റിയാണ് ഞാൻ പറയുന്നത്. v കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിച്ചോളാം. ഈ v കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എനിക്ക് v × 5/18 ചെയ്താൽ മതി. അത് മീറ്റർ പെർ സെക്കൻഡ് ആയി മാറും. എങ്ങനെയാണ്? ഒരു v ആണ് കിലോമീറ്റർ പെർ അവറിൽ വെലോസിറ്റി എന്നുണ്ടെങ്കിൽ v × 5/18 എഴുതി കഴിഞ്ഞാൽ എനിക്ക് അത് മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. അതേപോലെ തിരിച്ചാണെങ്കിലോ, v മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ, v മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒന്നിന്റെ വെലോസിറ്റി എന്ന് വിചാരിച്ചോളാം. അതിനെ എനിക്ക് കിലോമീറ്റർ പെർ അവർ ആക്കണം എന്നുണ്ടെങ്കിൽ v × 18/5 ചെയ്താൽ മതി. അത് കിലോമീറ്റർ പെർ അവർ ആവും. ഓക്കെ, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ × 18/5 ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ × 5/18 ചെയ്യണം. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കാണാൻ പഠിച്ചാലും നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72 മീറ്റർ പെർ കിലോമീറ്റർ പെർ അവറിനെ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ 72 × എന്താണോ ആ തന്നേക്കുന്നത് × 5/18 ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിലോമീറ്റർ പെർ അവർ ആയി. 18ഉം 72ഉം കട്ട് ചെയ്ത് പോയി 4 കിട്ടും. അപ്പോൾ ഇത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് v എനിക്ക് 0 തന്നെയാണ്, അതിൽ മാറ്റം വരുത്താനൊന്നുമില്ല. 0നെ 5/18 18/5 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. അപ്പോൾ അത് 0 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ആക്സലറേഷൻ എനിക്ക് നേരത്തെ അറിയാം, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, -2 ആണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ SI യൂണിറ്റിലോട്ട് മാറി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, എനിക്കറിയാം, നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. v = u + at ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ടൈമാണ്, ചേഞ്ച് ഇൻ ടൈം ടേക്കൺ. ഇത് ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പോൾ ടൈം ടേക്കൺ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ടൈം ടേക്കൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. v - u, ഈ യുവിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -u ആയി. അപ്പോൾ v - u = at. അങ്ങനെയാണെങ്കിൽ എനിക്ക് t കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ a-നെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. v - u / a = t. ഓക്കെ, അപ്പോൾ v എനിക്കറിയാം, ഇവിടെ v ഉണ്ട്. യു എനിക്ക് ഇവിടെ v ഉണ്ട്. യു എനിക്കറിയാം, ഇവിടെ u ഉണ്ട്. എയും എനിക്കറിയാം, ഇവിടെ a ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v എന്ന് പറയുന്നത് 0 ആണ്. 0 - 20, u 20 ആണ് ഇനിഷ്യൽ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ a -2 ആണ്. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ടൈം. അപ്പോൾ -20 ഡിവൈഡഡ് ബൈ -2, 10 സെക്കൻഡ്സ് ആയിരിക്കും ഇതിൽ കിട്ടുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ സെക്കൻഡ്സ് എന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാം സെക്കൻഡിലാണുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടും സെക്കൻഡിലായിരിക്കും ഉള്ളത്. എല്ലാം SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഗുണം. കിട്ടുന്ന ആൻസറും SI യൂണിറ്റിലായിരിക്കും. അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് എനിക്ക് പറയാം അത് 10 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ആദ്യം 72 കിലോമീറ്റർ പെർ അവറിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ റിട്ടാർഡേഷൻ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ച് അത് വന്ന് നിൽക്കാനെടുത്ത സമയമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്, 10 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ആദ്യം നമ്മൾ ആക്സലറേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് ആക്സലറേഷൻ, അതിനുശേഷം എന്താണ് നെഗറ്റീവ് ആക്സലറേഷൻ. സോ
ആക്സലറേഷൻ, ആ നെഗറ്റീവ് ആക്സലറേഷൻ, അതായത് സ്പീഡ് കൂടുവാണെങ്കിൽ ആക്സലറേഷൻ ഉണ്ടെന്ന് പറയും, സ്പീഡ് കുറയുവാണെങ്കിൽ അതിന് നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറയും, അതിന് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് വേണമെങ്കിലും പറയാം. എന്നിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ആക്സലറേഷൻ നമ്മൾ നോക്കിയായിരുന്നു. അത് രണ്ടും നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ് വരുന്നത്. നോൺ യൂണിഫോം ആക്സലറേഷൻ വരുമ്പോൾ ആവറേജ് ആക്സലറേഷൻ നമുക്ക് പറയാം ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇൻസ്റ്റാന്റേനിയസ് ആക്സലറേഷൻ പറയാം ഏതൊരു സമയത്തും ഉള്ള ആക്സലറേഷൻ. ആ ഇൻസ്റ്റാന്റേനിയസ് ആക്സലറേഷൻ ആണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞു. ടൈം കൊണ്ട് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അതിനുശേഷം നമ്മൾ ഗ്രാഫ്സ് വരച്ച് നോക്കിയായിരുന്നു. പൊസിഷൻ ടൈം ഗ്രാഫും വരച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫും നമ്മൾ വരച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ v = u + at. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. v2 - v1 / t2 - t1. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് v = u + at എന്ന് കിട്ടി. അത് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തോളാം. താങ്ക് യു സോ മച്ച്.